ബാറ്റിൽ സ്പ്രിങ്ങോ മറ്റോ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഗുവാഹത്തിയിൽ അഭിഷേക് ശർമ്മ തകർത്തടിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊന്നിൽ ഡെവോൺ കോൺവയും മിച്ചൽ സാൻഡറും ജേക്കബ് ഡഫിയും ഇന്ത്യൻ ഓപ്പണർക്കരികിലെത്തി ബാറ്റ് പരിശോധിക്കുന്നത് കാണാമായിരുന്നു. ഇതിന് സമാനമായൊരു കാഴ്ച കളിയിൽ ഒരിക്കൽ കൂടി കണ്ടു ആരാധകർ. 10 ഓവറിൽ കളി തീർത്ത് മടങ്ങവേ ഡാരൽ മിച്ചൽ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിനരികിലെത്തി ബാറ്റ് പരിശോധിച്ച് നോക്കി. ഒരു വർഷത്തിലേറെയായി ശബ്ദിക്കാതെ കിടന്ന ഈ ബാറ്റ് പൊടുന്നനെ ശബ്ദിച്ചു തുടങ്ങിയത് എങ്ങനെ കാണും? നേരത്തെ റായ്പൂരിൽ സൂര്യയുടെ ഇന്നിംഗ്സ് കണ്ട സുനിൽ ഗവാസ്കർ കമന്ററി ബോക്സിൽ ഇരുന്ന് പറഞ്ഞത് ഇങ്ങനെ കാണും: സ്കൈ ഔട്ട് ഓഫ് ഫോം ആയിരുന്നില്ല, ഔട്ട് ഓഫ് റൺസ് തന്നെയായിരുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ തൻ്റെ ഫോമിനെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോഴൊക്കെ സൂര്യ ആവർത്തിച്ചുകൊണ്ടിരുന്നതും ഇതാണ്: ഫോമിനെക്കുറിച്ച് എനിക്ക് സംശയങ്ങളൊന്നുമില്ല, നെറ്റ്സിൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസിനും കുറവൊന്നും വന്നിട്ടില്ല, ഞാനിപ്പോൾ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. ലോകകപ്പിന് മുമ്പേ ആരാധകർക്കുണ്ടായിരുന്ന വലിയ ആദികളിലൊന്നും അയാളുടെ ഫോമായിരുന്നു. എന്നാൽ കിവീസിനെതിരായ പരമ്പര 3 മത്സരം പിന്നിടുമ്പോഴേക്കും ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ ആ ആദികളൊക്കെ അന്തരീക്ഷം വിട്ടൊടിഞ്ഞിരിക്കുന്നു. ആൻഡ് ദ സ്കൈ ഈസ് ബാക്ക്. അർദ്ധ സെഞ്ചുറികളില്ലാതെ 23 മത്സരങ്ങൾ. കിവീസിനെതിരായ പരമ്പര തുടങ്ങും മുമ്പ് സൂര്യയുടെ ബാറ്റിൽ നിന്ന് ഒരു 50 പറന്നത് 2024 ഒക്ടോബർ 12-നാണ്. ഇക്കാലയളവിൽ ഒറ്റത്തവണയാണ് ഇന്ത്യൻ നായകൻ 40 റൺസിന് മുകളിൽ സ്കോർ ചെയ്തത്. 30+ സ്കോർ കണ്ടതും ഒറ്റത്തവണ മാത്രം. 23 മത്സരങ്ങളിൽ 15 തവണ സൂര്യ വീണുപോയത് ഫാസ്റ്റ് ബോളർമാർക്ക് മുന്നിലാണ്, അതും ആദ്യ 10 പന്തിനുള്ളിൽ തന്നെ. ഈ കണക്കുകളൊക്കെ മുന്നിലിരിക്കെ താൻ ഔട്ട് ഓഫ് റൺസ് ആണെന്നും ഔട്ട് ഓഫ് ഫോം അല്ലെന്നും സൂര്യ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആരാധകരും ക്രിക്കറ്റ് പണ്ഡിറ്റുകളുമൊക്കെ ഇക്കാലത്ത് രൂക്ഷ വിമർശനങ്ങളാണ് ഇന്ത്യൻ നായകന് നേരെ അടിച്ചുവിട്ടത്. റായ്പൂരിൽ അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കായി മടങ്ങുമ്പോൾ ക്രീസിലെത്തുന്ന സൂര്യ സ്കോർ ബോർഡിൽ 2 അക്കം തെളിയും മുമ്പേ ഓപ്പണർമാർ വീണുപോകുന്നു. 7 പന്തിനിടെ 2 വിക്കറ്റുകൾ. 2 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ആകെ ഉണ്ടായിരുന്നത് 8 റൺസ്. വിജയലക്ഷ്യത്തിലേക്ക് ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ട്. ഒരറ്റത്ത് ഇഷാൻ കിഷൻ തകർത്തടിക്കുമ്പോൾ സ്കൈ ഏറെ സൂക്ഷ്മതയോടെയാണ് തുടങ്ങിയത്. ഒരു ഘട്ടത്തിൽ 10 പന്തിൽ 10 റൺസായിരുന്നു ഇന്ത്യൻ നായകൻ്റെ സമ്പാദ്യം. പിന്നെ പൊടുന്നനെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. അടുത്ത 27 പന്തിൽ നിന്ന് അടിച്ചെടുത്തത് 72 റൺസ്, അതും ഫാസ്റ്റ് ബോളർമാരെ തെരഞ്ഞു പിടിച്ച് പ്രഹരിച്ച്. സാക് ഫോക്സിനെതിരെ മാത്രം 12 പന്തിൽ 41 റൺസാണ് സൂര്യ അടിച്ചെടുത്തത്. ഗുവാഹത്തിയിൽ സൂര്യ ക്രീസിലെത്തുമ്പോൾ 3.2 ഓവറിൽ ഇന്ത്യ 50 പിന്നിട്ടിരുന്നു. ഇക്കുറിയും സ്കൈ സൂക്ഷ്മതയോടെ തന്നെ തുടങ്ങി. അഭിഷേക് ശർമ്മ അപ്പുറത്ത് തകർത്തടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ 8 പന്തിൽ 8 റൺസായിരുന്നു ഇന്ത്യൻ നായകൻ്റെ സമ്പാദ്യം. എന്നാൽ പിന്നെ അടുത്ത 17 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. റായ്പൂരിലും ഗുവാഹത്തിയിലും 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് സ്കൈ ബാറ്റ് വീശുന്നത്. തൻ്റെ ദൗർബല്യങ്ങളെ മുഴുവൻ അയാൾ ഏറെ സൂക്ഷ്മതയോടെ പരിഹരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓപ്പണർമാർ വീണുപോയാൽ ഇന്ത്യ സ്ട്രഗിൾ ചെയ്യുമെന്ന് പലരും ഏഷ്യ കപ്പ് മുതൽ പറഞ്ഞു വരുന്നുണ്ട്. സൂര്യയുടെ ഫോമുമായി കൂടെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത്. ഇക്കുറി നാഗ്പൂരിലും റായ്പൂരിലും ഗുവാഹത്തിയിലുമൊക്കെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇന്ത്യ പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ 3 മത്സരങ്ങളിലും പരാജയമായിരുന്നു. എന്നാൽ ഈ 3 മത്സരങ്ങളിലും നമ്പർ 4 റോളിൽ സൂര്യ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായക റോൾ വഹിച്ചു. നാഗ്പൂരിൽ ഇന്ത്യൻ ജേഴ്സിയിൽ തൻ്റെ 100ാം T20ക്കാണ് സൂര്യ ഇറങ്ങിയത്. ഏറെക്കാലം T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന സൂര്യ ക്യാപ്റ്റൻസി ക്യാപ്പ് ഏറ്റെടുത്ത ശേഷം തുടരുന്ന മോശം ഫോം സെലക്ടർമാർക്ക് വലിയ തലവേദനയായിരുന്നു. ഒരു കാലത്ത് 1 ഡൗൺ പൊസിഷനിൽ മികച്ച ഫോമിൽ ബാറ്റ് വീശിക്കൊണ്ടിരുന്ന സ്കൈ ആ സ്ലോട്ട് തിലക് വർമ്മയ്ക്കായി ത്യജിക്കുന്നു. പിന്നെ നമ്പർ 4 റോളിൽ അയാൾ സ്ട്രഗിൾ ചെയ്യുന്നത് തുടർക്കഥയായി. എന്നാൽ ലോകകപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ അയാൾ ഫോം വീണ്ടെടുക്കുന്നത് ആരാധകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല. AB ഡി വില്ലിയേഴ്സിന് ശേഷം ക്രിക്കറ്റ് ലോകത്ത് മിസ്റ്റർ 360 എന്ന പേരിൽ അറിയപ്പെട്ട സ്കൈയുടെ ബാറ്റ് ആ പഴയ ഊർജം വീണ്ടെടുത്തിരിക്കുന്നു. കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ സൂര്യയ്ക്ക് കീഴിൽ ഇന്ത്യ ഒരൊറ്റ പരമ്പരയോ ടൂർണമെൻറ്റോ പരാജയപ്പെട്ടിട്ടില്ല. ഓസീസും പ്രോട്ടീസും കിവീസും ഒക്കെ ഇന്ത്യൻ സംഘത്തിന് മുന്നിൽ വീണു. ഗുവാഹത്തിയിൽ ഇന്ത്യ 10 ഓവറിൽ കളി ജയിക്കുന്നത് കണ്ട ആരാധകർ പറയുന്നത് T20യിൽ ഇന്ത്യ 300 പിന്നിടുന്ന കാലം വിദൂരത്തല്ല എന്നാണ്.